യുഎസിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ മൂന്നാം സംഘവും ഇന്ത്യയിലെത്തി 112 പേരടങ്ങിയ സംഘമാണ് അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിയത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ലക്ഷ്മി ബാലചന്ദ്രൻ ചേരുന്നുണ്ട്. ലക്ഷ്മി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗൗതം, അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ അമേരിക്കയിൽ നിന്ന് നാടുകടത്തുന്നത് ഇപ്പോൾ തുടരുകയാണ്. മൂന്നാമത്തെ സംഘമാണ് ഇപ്പോൾ ഇന്ന് ഏകദേശം 10 മണിയോടുകൂടി ഇന്ന് അമൃത്സറിലെ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. 112 പേരാണ് ഇപ്പോൾ മൂന്നാമത്തെ ഒരു ബാച്ചിൽ എത്തിയിരിക്കുന്നത്. 157 പേർ എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പോൾ 112 പേരാണ് എത്തിയിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഹരിയാനയിൽ നിന്നുള്ളവരാണ് ഇപ്പോൾ ഈ ഒരു മൂന്നാമത്തെ ബാച്ചിലുള്ളത്. ഹരിയാനയിൽ നിന്ന് 44 പേർ ഹരിയാനയിൽ നിന്നുണ്ട്. ഗുജറാത്തിൽ നിന്ന് 33 പേരും പഞ്ചാബിൽ നിന്ന് 31 പേരും ഉത്തർപ്രദേശിൽ നിന്ന് 2, ഹിമാചൽ, ഉത്തരാഖണ്ഡിൽ നിന്ന് 1 വീതം ആളുകളാണ് ഇപ്പോൾ ഇന്ത്യയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവരെ കുറിച്ചുള്ള കൂടുതൽ ഇന്നലെയാണ് രണ്ടാമത്തെ ബാച്ച് 11:30 ഇന്നലെ രണ്ടാമത്തെ ബാച്ച് എത്തിയിരുന്നു. അതിനു മുന്നേ ഫെബ്രുവരി 5-നായിരുന്നു ആദ്യത്തെ ബാച്ചിലുള്ള ആളുകൾ എത്തിച്ചേർന്നിരുന്നത്. ഇവരെ വിലങ്ങ് വെച്ച് കൊണ്ടുവന്നതോട് അനുബന്ധിച്ച് ഒരു നിരവധി പ്രതിഷേധങ്ങളൊക്കെ വന്നിരുന്നു. ഒന്നാമത്തെ ബാച്ചിലെ ആൾക്കാരെ വിലങ്ങ് വെച്ച് കൊണ്ടുവന്നതിന് വളരെയധികം പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിലും അതിനിടയിൽ തന്നെ അമേരിക്കയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയായിരുന്നു പിന്നീട് രണ്ടാമത്തെ ബാച്ചിലുള്ള ആളുകളുടെ ഒരു വരവ്. ഒരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവിടെയും ഒരു വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ സമയത്തും വളരെയധികം വിമർശനങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ബാച്ചിൽ എന്തായിരുന്നു അവസ്ഥ? പതിവ് പോലെ തന്നെയുള്ള ഒരു നടപടിക്രമം തന്നെ ആയിരുന്നു തുടരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്തെങ്കിലും മാറ്റം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന സമയങ്ങളിൽ ഉടനെ തന്നെ അറിയാൻ കഴിയുമെന്ന് കരുതുന്നു. ഗൗതം, ശരി. ലക്ഷ്മി ബാലേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ.